ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിലേക്ക് ചിക്കനോ മുട്ടയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് ഒരുപാട് ഓയിലും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് 4ആക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി തൊലിയൊന്നും കളയാതെ 4ആക്കി കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഉള്ളിലേക്ക് കൂടുതൽ വെള്ളമൊന്നും പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കിഴങ്ങ് അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് ഉള്ളിയും കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി 2 കൈയിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടി പരത്തിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ചീസും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഈ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒന്നും കൂടെ ഉരുട്ടിയിട്ട് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. പിന്നെ ചീസിന് പകരം വേണമെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിക്സും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ച് മൈദ, കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ മൈദൻ്റെ മാവ് ചേർക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ആദ്യം മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് എല്ലാ ഭാഗമൊന്നും കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ കളറ് മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും കളറൊക്കെ മാറി നല്ല മുരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഇത് ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഉൾഭാഗമൊക്കെ ആദ്യം തന്നെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ പുറം ഭാഗമൊന്നും നന്നായിട്ട് കളറ് മാറി നല്ല മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. പിന്നെ ഉള്ളിൽ ചീസ് ചേർത്തത് കാരണം അതൊന്ന് മെൽറ്റായി കിട്ടിയാലും മതിയാവും. ചീസ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ, ചീസ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചീസ് ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ചെയ്യണമെന്നില്ല. ഉള്ളി വാട്ടാതെ ഉള്ളിയൊക്കെ പച്ചക്ക് അങ്ങനെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും 2 ടേസ്റ്റാണ്. ഉള്ളി വാട്ടിയിട്ടാകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഒരുപാട് ഓയിലും ആവശ്യമില്ല, കുറേ ചിക്കനോ മുട്ടയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.